അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരൊറ്റ ഇസ്മ കൊണ്ട് ദുനിയാവിലുള്ള സർവ്വ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയും. ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾ തൊടുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണ വിജയമായി തീരും. അത് ഉയർച്ചയിലെത്തും. അസ്മാഉൽ ഹുസ്നയിലെ വളരെ മഹത്വമേറിയ ഇസ്മ, ഈ നാമത്തിന്റെ അർത്ഥം പറയുമ്പോൾ മനസ്സിലാകും എത്രത്തോളം നമുക്ക് ഇതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന്. യാ മുയിസു യാ അല്ലാ. യാ മുയിസു യാ അല്ലാ. പ്രതാപം നൽകുന്നവൻ, അന്തസ്സ് നൽകുന്നവൻ, അഭിമാനം നൽകുന്നവൻ, യോഗ്യത നൽകുന്നവൻ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം. അന്തസ്സ്, അഭിമാനം, യോഗ്യത ഇതൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടാവുമോ? എങ്ങനെയാണ് നമുക്ക് അന്തസ്സും അഭിമാനവും യോഗ്യതയും നൽകപ്പെടുന്നത്? നമ്മുടെ പഠന മേഖലയിൽ ഉയർച്ചയുണ്ടാകും, ജോലിയിൽ ഉയർച്ചയുണ്ടാകും, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ സ്വലിയായ മക്കളെ നൽകിക്കൊണ്ട്, ഭാര്യയെ നൽകിക്കൊണ്ട്, ഭർത്താവിനെ നൽകിക്കൊണ്ട് റബ്ബ് നമ്മുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിക്കൊണ്ട് ഇരിക്കും. നല്ലൊരു വീട് നൽകിക്കൊണ്ടും ഹൈറായ മാർഗത്തിൽ സമ്പത്ത് നൽകിക്കൊണ്ടും നമ്മുടെ അന്തസ്സ് മറ്റുള്ളവർക്ക് മുന്നിൽ ഉയർത്തപ്പെടും. അല്ലെങ്കിൽ റബ്ബിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ഈ നേട്ടങ്ങളെല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കട്ടോ. ഇനി ആരെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിലോ അയൽവാസിൻ്റെ ഇടയിലോ നാട്ടുകാർക്കിടയിലോ സുഹൃത്തുക്കൾക്കിടയിലോ കോളേജിലോ ജോലിസ്ഥലത്തോ അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ഇസ്മ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ, സത്യം നമ്മുടെ ഭാഗത്താണെങ്കിൽ, നമ്മളെ കളിയാക്കിയ ആളുകളെ, നമ്മളെ കുറ്റപ്പെടുത്തിയ ആളുകളെ സർവശക്തനായ റബ്ബ് അവരെ മോശത്തിലാക്കുകയും അവരെ താഴ്ത്തുകയും ചെയ്യും. ജനങ്ങൾക്കിടയിൽ നമ്മുടെ യോഗ്യതയും അഭിമാനവും അന്തസ്സും സംരക്ഷിക്കാൻ വെള്ളിയാഴ്ച രാവിൽ, അതായത് വ്യാഴം മഗ്‌രിബ് നിസ്കാരം മുതൽ വെള്ളിയാഴ്ച സുബഹി വരെയുള്ള സമയം, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിൽ, ഞായർ മഗ്‌രിബ് നിസ്കാരം മുതൽ തിങ്കളാഴ്ച സുബഹി വരെയുള്ള സമയം, ഈ ദിവസങ്ങളിൽ വെറും 40 വട്ടം ചൊല്ലി തീർത്താൽ മതി. ഇതുപോലെ ചൊല്ലിയാൽ ജനങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറും, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയും അംഗീകാരവും ലഭിക്കും, അവർക്കിടയിൽ ഉയർന്ന സ്ഥാനങ്ങളും ലഭിക്കും, നമ്മുടെ അഭിമാനവും ഉയരവും പദവിയും ഉയരും. നാട്ടുകാർക്കിടയിൽ എനിക്കൊരു നിലയുമില്ല എന്ന് പറയുന്നവർക്ക് വിശ്വാസത്തോടെ കൂടി ഈ ഇസ്മ ധാരാളമായി ചൊല്ലി ദുആ ചെയ്യാവുന്നതാണ് ട്ടോ. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എങ്ങനെയാണ് ഈ ഇസ്മ ചൊല്ലേണ്ടതെന്നും പറയാം. പരിശുദ്ധ വെള്ളിയാഴ്ച രാവിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിൽ 140 വട്ടം ചൊല്ലി നമ്മൾ എന്ത് ആഗ്രഹം റബ്ബിനോട് പറഞ്ഞാലും ആ ഉദ്ദേശം ഹൈറാണെങ്കിൽ അത് ഉടനെ തന്നെ നിറവേറ്റി തരുന്നതാണ്. 140 വട്ടം ചൊല്ലാൻ വളരെ കുറഞ്ഞ സമയം മതി. എന്നാൽ നമുക്ക് കിട്ടുന്നതോ വലിയ വലിയ നേട്ടങ്ങളും. ഒരാഴ്ചയിലെ 2 ദിവസങ്ങൾ, അതും കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ അന്തസ്സും അഭിമാനവും യോഗ്യതയും ഉയർത്തിത്തരുന്ന, ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്ന, ഐശ്വര്യം കൊണ്ടുവരുന്ന, എല്ലാ കാര്യത്തിനും ഭാഗ്യം കൊണ്ടുവരുന്ന, വിജയം നൽകുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരുന്ന ഈ പവർഫുൾ ഇസ്മ ആരും ഒന്നും മറന്നു പോകല്ലേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.